ഹായ് വെൽക്കം ബാക്ക് ടു അഭിസൂഷൻ. നമ്മൾ സാധാരണ വാട്സപ്പിൽ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് അങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട്. അവരുടെ നമ്പറുകളൊക്കെ നമ്മുടെ വാട്സപ്പിൽ തന്നെ സേവ്ഡും ആയിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് നമ്പർ സേവ് ചെയ്യാതെ നമുക്ക് അയക്കേണ്ട ആവശ്യം വരാറുണ്ട്. കാരണം ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ അവരായിട്ട് ചാറ്റ് ചെയ്യേണ്ടി വരുള്ളൂ. അതിനായിട്ട് അവരുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ കോൺടാക്ട്സ് ഫുൾ ആവും. മാത്രമല്ല നമ്മുടെ ചാറ്റ് ബോക്സ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. രണ്ട് രീതികൾ പറയുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് രീതികൾ അത് ഏതാണോ നിങ്ങൾക്ക് വർക്ക് ആവുക അത് നിങ്ങൾക്ക് രണ്ടും ചെയ്യാൻ പറ്റും. ആദ്യത്തെ രീതിയിൽ നോക്കി വെക്കുക, അത് പറ്റുന്നില്ല എങ്കിൽ രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ അടിപൊളി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിൽ കോൺടാക്റ്റുകൾ സേവ് ചെയ്യാതെ അടിപൊളിയായിട്ട് നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പറയുന്നത്. നമുക്കറിയാം ഇവിടെ വാട്സപ്പിൽ കുറേ പ്രൊഫൈലുകൾ ഉണ്ട് അല്ലേ. നമുക്ക് ഇതൊക്കെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പ്രൊഫൈലുകളാണ്. ഇതിലേക്ക് നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മൾ സേവ് ചെയ്യാതെ തന്നെ വെറുതെ സേവ് ചെയ്തിട്ട് നമ്മുടെ ഗാലറി ഫുൾ ആക്കേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ നമ്മുടെ വാട്സപ്പ് സ്റ്റോറേജ് ഫുൾ ആക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മുകളിലുള്ള ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായിട്ട് തന്നെ ഒരു സ്വന്തം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പ് നമ്മുടേത് മാത്രം, അതായത് അതിൽ നമ്മൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അതിന് ന്യൂ ഗ്രൂപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ന്യൂ ഗ്രൂപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ കോൺടാക്ട്സിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പ് കോൺടാക്ട്സിലുള്ള എല്ലാവരെയും നമുക്ക് കാണാം. അതിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇതാ ഇവിടെ കണ്ടില്ലേ, ഞാൻ എന്നെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് മറ്റാരെങ്കിലും ഒരു ഫ്രണ്ട് തൽക്കാലത്തേക്ക് മാത്രമാണ് ആഡ് ചെയ്തു. താഴെ ആ ടിക്ക് മാർക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 2 ഫ്രണ്ട്സും നമ്മൾ അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി ആ ഗ്രൂപ്പിന് നമ്മളൊരു പേര് കൊടുക്കുകയാണ്. ന്യൂ ഗ്രൂപ്പ് എന്നാണ് അവിടെ ഉള്ളത്. നമ്മൾ അതിലേക്ക് പേര് കൊടുക്കുന്നത് അൺനോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അൺനോൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അൺനോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗ്രൂപ്പ് ഉള്ളത്. നമുക്കൊന്ന് ബാക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നത് കാണാം. ഇവിടെ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ 2 പേരാണ് ഇതിലുള്ളത് അല്ലേ. അതിൽ നമ്മൾ ഒരാളെ നമുക്ക് അങ്ങോട്ട് റിമൂവ് ചെയ്യാം. നമ്മൾ അതിൽ നിന്നോട്ടെ. രണ്ടാമത്തെ ആളെ നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, നമ്മൾ അതിന് റിമൂവ് ചെയ്യാണ്. രണ്ടാമത്തെ ആളെ റിമൂവ് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇവിടെ റിമൂവ് കൊടുക്കുകയാണ്. നമ്മൾ താഴെ കൊടുത്തു. അങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഒരാൾ മാത്രം നമ്മുടെ ആ ഗ്രൂപ്പിൽ മതി. ഒരൊറ്റ ആൾ മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഗ്രൂപ്പ് അവിടെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏത് ആളുകളുമായിട്ടും ഗ്രൂപ്പുകളിൽ ചാറ്റ് ചെയ്യാൻ നമുക്ക് സുഖമാണ്. നമ്മൾ നമ്പർ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്കിത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏത് നമ്പറാണോ നമുക്ക് ഇത് വേണ്ടില്ലേ, ഞാനിവിടെ കോൺടാക്ട്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാണ്. ആ നമ്പർ ഒന്ന് കോപ്പി ചെയ്യാം. ഞാനൊന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ നമ്പർ കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ വാട്സപ്പിൽ സേവ് ചെയ്യുന്നേ ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ഉണ്ടാക്കിയ പുതിയ ഗ്രൂപ്പില്ലേ, നമ്മൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പ്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന അവിടെ നിന്ന് അത് പേസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് സെൻഡ് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിലേക്ക് തന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് സെൻഡ് ചെയ്യാം. നമ്മൾ മാത്രമല്ല ആ ഗ്രൂപ്പിലുള്ളൂ. ജസ്റ്റ് സെൻഡ് ചെയ്യാം. കണ്ടില്ല, ആ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഒറ്റ പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ചാറ്റ് വിത്ത് ആ നമ്പർ കാണിക്കുന്നുണ്ട്. പിന്നെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ആഡ് കോൺടാക്ട്സ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരെ ഏറ്റവും മേലുള്ള ചാറ്റ് വിത്ത് കോൺടാക്ട് എന്നുള്ള ആ നമ്പറിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തേ. കണ്ടില്ലേ, നേരെ നമുക്ക് ആ നമ്പർ സേവ് ചെയ്യാൻ തന്നെ നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചാറ്റ് പോകുന്നുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ഒരു ഹായ് നമ്മൾ ടൈപ്പ് ചെയ്യാണ്. ഹായ് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് ഏരോ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്താൽ നേരെ നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് നോക്കാം. കാരണം ചില ആളുകളുടെ ഫോണിൽ ഇത് വർക്ക് ചെയ്യാതെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടെക്നിക്ക് നോക്കാം. അത് വളരെ സിമ്പിളാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് അഗൈൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അവിടെ സെർച്ച് ബട്ടണിൽ ടോപ്പിൽ നമ്മുടെ നമ്പർ തന്നെ ടൈപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ ഏത് നമ്പറാണോ വാട്സപ്പിൽ യൂസ് ചെയ്യുന്നത് ആ നമ്പർ തന്നെ. ചിലതിൽ യു എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ നമ്പർ വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് ഇവിടെ വരുന്നുണ്ട്. താഴെ കണ്ടില്ലേ, പേര് നമ്മുടെ വാട്സപ്പിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പേജ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ജസ്റ്റ് ആ നമ്പർ ഏത് നമ്പറിലേക്കാണോ നമ്മൾ ചാറ്റ് ചെയ്യേണ്ടത് ആ നമ്പർ ഒന്ന് കോപ്പി ചെയ്തിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നേരെ നമ്മുടെ ആ മെസ്സേജ് ചെയ്യുന്ന ഭാഗത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ചാറ്റ് വിത്ത് നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിലേക്കാണ് നമ്മൾ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അടിപൊളിയല്ലേ? നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഈ 2 രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഏതാണ് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നത് എന്നുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
മാത്രമല്ല പുതിയൊരു ചാനൽ കൂടി ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് പുതിയൊരു ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അബീസ് വ്യൂസ് എന്നാണ് അതിന്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കൂടി ഒന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും ഫുൾ സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.